കൊന്നിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റൈനറോക്കിന്റെ എപ്പിസോഡ് 15 ആണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കേ വേണ്ട. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് രണ്ട് രീതിയിൽ വേണം എന്നെ ഒന്ന് കാണിക്കാൻ. ഒന്ന്, ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് വേണം ഈ ഒരു വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരാൻ. ഏതൊരു യൂട്യൂബറിന്റെ അടുക്കൽ ചോദിച്ചാലും അവരുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് കടക്കുവാണ്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാനടുത്ത് നമ്മുടെ സൂഹനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരുടെ ആകെപ്പാട് ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണ്. യങ്മണാർച്ച് താങ്കൾ ശരിക്കും ക്ഷീണിച്ചില്ലേ? പിന്നെ അല്ലാതെ ഒന്നാമത് മേല അതിനിടക്ക് അങ്കിളിൻ്റെ ലെക്ചർ കേട്ടിട്ട് എൻ്റെ കാതടിച്ചു പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്കാരനും എന്നെക്കുറിച്ച് ഓർത്ത് വറി ചെയ്തതാണ്. അമ്മയും അച്ഛനും ഇപ്പോൾ അതേപോലെ തന്നെ ചിലപ്പോൾ എന്നെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ബെറു വാ, നമുക്ക് എന്തായാലും പോകാം. ഷാർട്ട് ജില്ലയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചാടി എഴുന്നേക്കുവാണ്. ബെറു പറയുന്നുണ്ട്, എങ്ങനെ ആദ്യം കുറച്ച് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. റെസ്റ്റൊക്കെ എടുക്കാടാ, പക്ഷേ ഇപ്പോൾ ആദ്യം നേരെ അവിടേക്ക് പോകാം. കാര്യം എന്തായാലും ഡെയിലി കുറിച്ച് കംപ്ലീറ്റ് ചെയ്യണ്ടേ, എങ്കിലേ എനിക്ക് ആ റിവാർഡ്സ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഷാഡോ ഡെഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ വന്നപ്പോൾ അവൻ ശരിക്കും ഞെട്ടിത്തെരിച്ചു പോയി. കാര്യം ഇപ്പോൾ ഡെയിലി ക്വസ്റ്റ് അവിടെയില്ല. എന്താണ് സംഭവിച്ചെന്ന് അവരോട് അവൻ ചോദിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ലായിരുന്നു, പുള്ളിക്കാരൻ അതായത് നമ്മുടെ അങ്ങോട്ട് പോണ വഴിയുള്ള എല്ലാ ഗോബ്ലിൻസിനും പുള്ളിക്കാരൻ കൊന്നുകൊണ്ടാണ് പോയത്. ഇവിടെ കുറച്ചതേ ആ ടോർണാക്കിൻ്റെ ലോൺലി സെർവൻസ് ഉണ്ടായിരുന്നു. അവന്മാരെ എല്ലാവരും ഞാൻ തീർത്തിട്ടുണ്ട്. ഞാൻ പ്രോമിസ് ചെയ്ത പോലെ മനുഷ്യരെ ഞാൻ കൊന്നിട്ടുമില്ല. എൻ്റെ പൊന്നു, നീയുള്ള ഗോബ്ലിൻസിനെ എല്ലാവരും കൊന്നു. ഞാനിനി എങ്ങനെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും? ഞാൻ ഇനി എങ്ങനെ സ്ട്രോങ്ങറായി മാറണം? താങ്കൾക്ക് സ്ട്രോങ്ങറായി മാറിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിൻ ചെയ്താൽ മതിയോ? നിനക്കത് പറ്റുമോ? പിന്നെ അല്ലാതെ ഞാൻ ഇത്ര സ്ട്രോങ്ങർ ആയത് ചുമ്മാ ഇരുന്നിട്ടല്ലോ. അങ്ങനെ മറ്റൊരു ഡെയിലി ക്വസ്റ്റ് നമ്മുടെ സോഹുവിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. സംഭവം വരുന്നില്ല, നമ്മുടെ അമട്ടുമായിട്ട് പുള്ളിക്കാരൻ ട്രെയിൻ ചെയ്യണം. പുള്ളിക്കാരൻ നോക്കാൻ നിർത്ത്. അത് സിമ്പിളായിരുന്നു. കാര്യം 100 പുഷപ്പ്, 100 സിറ്റപ്പ്, 100 സ്ക്വാട്സ്, 10 കിലോമീറ്റർ എല്ലാം ഓടണം. ഇതൊക്കെ മാത്രമല്ലായിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനെങ്ങനെ സ്ട്രോങ്ങർ ആണത്? അത് മാത്രം പോരല്ലോ, ഇത് ഓരോന്ന് ചെയ്യാൻ നേരത്ത് താങ്കൾ എന്നെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കണം. ഈ സമയത്താണ് സുഹ ശരിക്കും ഒന്ന് ഞെട്ടിയത്. പിന്നല്ലാതെ ചുമ്മാ താങ്കൾക്ക് അങ്ങോട്ട് സ്ട്രോങ്ങറായി മാറാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ രൂപം വെച്ചുകൊണ്ട് താങ്കൾക്ക് എന്നെ പൊക്കാൻ കുറച്ചധികം പാടായിരിക്കും. അതുകൊണ്ട് എൻ്റെ രൂപം ഒന്ന് ഞാൻ നൈസ് മാറ്റമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ബോഡിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ഡിസ്കസിങ് ആളൊരു ഫീലായിരുന്നു. കാര്യം നമ്മുടെ ഗ്രേയുടെ ഫേസ് കാണുന്നിടത്ത് തന്നെ അറിയാം. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും ഇത് മതിയാകുമെന്നും പറഞ്ഞുകൊണ്ട് സുഹുവിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. അമ്മട്ടിൻ്റെ രൂപം തന്നെ മാറിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ എങ്ങനെ തുടങ്ങാല്ലേ? സുഹുവായിട്ട് ഒരു പുഷപ്പിൻ്റെ രീതിയിൽ നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇത് വലിയ കുഴപ്പമൊന്നും കാണത്തില്ല, ഒന്നുമില്ലെങ്കിൽ പുഷപ്പൊക്കെ അല്ലേ, അത് ഇവനെ എടുത്താൽ മാത്രം മതി. പക്ഷേ അമ്മട്ട് കയറി നമ്മുടെ സുഹുവിൻ്റെ നെഞ്ചത്തട്ടിരിക്കാൻ നേരത്ത് അവിടെ പൊട്ടിത്തെറിച്ചു പോകും. എന്നിട്ട് പറയുകയും ചെയ്യും, അയ്യോ ഞാൻ മറ്റൊരു കാര്യം പറയാൻ മറന്ന്, എൻ്റെ ബോഡി മാത്രമേ എനിക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ വെയിറ്റ് എപ്പോഴും അതുപോലെ തന്നെ നിൽക്കും. സുഹോയ്ക്ക് ഒന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഒരു പുഷപ്പ് പോലും എടുക്കാൻ പുള്ളിക്കാരൻ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ വേണോ ഞാൻ 100 പുഷപ്പ് എടുക്കാൻ? എൻ്റെ കൈ ഒടിയുമെന്ന് തോന്നുന്നു. എനിക്കറിയാം ഇത് കുറച്ച് പാടായിരിക്കുമെന്ന്, പക്ഷേ താങ്കൾ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്കറിയാവുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വീണ്ടും റീജനറേറ്റ് ചെയ്യണം. അതാണ് ഒരേ ഒരു മാർഗം സ്ട്രോങ്ങർ ആകാൻ വേണ്ടി. പിന്നെ കാണിക്കുന്നത് ഒരു ഫീൽഡ് ടൈപ്പ് ഡെൻഷനാണ്. അത് പജുവിൻ്റെ അടുത്തുള്ള ഒരു ഫീൽഡ് ടൈപ്പ് ഡെൻഷനായിരുന്നു. അവിടെ ആയിട്ട് ഒരു മിസ്റ്റ് ബോണും ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ലീമൺ സംഘം ഉണ്ടായിരുന്നു. സോ നീ വന്നില്ലേ? പെട്ടെന്നാണ് അവിടേക്ക് ഒരു മോൺസ്റ്റർ വന്നത്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനിയും എത്ര നാൾ വെയിറ്റ് ചെയ്യണം? മനുഷ്യ, നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? നീ ഇതിൻ്റെ അകത്തുള്ളത് തന്നെ എന്തോ ഭാഗ്യമാണ്. ദി ചൂസൺ വൺ നമ്മളെപ്പോലുള്ള ലോൺലി ബീൻസിൻ്റെ ജീവിതം തന്നെ മാറ്റിയതാണ്. എന്ത് ജീവിതം മാറ്റിയോ? അടുത്ത സെക്കൻഡ് തന്നെ ലീ മിൻസങ് ആ ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരായിരുന്നു അവിടുത്തെ ആ ഒരു സ്റ്റാർഡസ്റ്റ് ഫാക്ടറിയുടെ ഓവർസിയർ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് പറഞ്ഞത്? നിന്നെപ്പോലൊരു മോൺസ്റ്റർ എൻ്റെ ജീവിതത്തിനെ പറ്റി പറയുന്നോ? ഇനി എങ്ങനെ നീ ഒരു തവണ കൂടെ അത് പറഞ്ഞാൽ നിൻ്റെ ജീവൻ ഞാൻ ഇട്ടെടുക്കും. അല്ല പറഞ്ഞ പോലെ ആ പയ്യനെന്തേ? അപ്പോസ്റ്റൽ കുറച്ച് ബിസിയാണ്. ഒരു കാര്യം എന്നോട് പറഞ്ഞേക്ക്, ലിം ടേക്ക് യു എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു ഇവിടേക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പണി തീർക്കാൻ പറ. മനുഷ്യ, നീ ഒരു കാര്യം ചെയ്യും, നീ ഇതും കൂടെ വെച്ചോ. നിനക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യും. നിനക്ക് എന്തായാലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദി ചോസൺ വൺ ബാക്കിയുള്ള എല്ലാവർക്കും ഇത് കൊടുക്കുന്നുണ്ട്. അന്ന് ഞാൻ ആ ഡയമെൻഷൽ ക്രാക്കിൽപ്പെട്ട് ഡീമർ റെല്ലത്തിലേക്ക് എത്തിയില്ലേ, അവിടെ വെച്ചാണ് എനിക്ക് ആ ബെർസർക്ക് പോയിസണുള്ള സ്റ്റാർഡസ്റ്റ് ഡീമർ റെല്ലത്തേക്ക് കൊടുക്കാൻ സാധിച്ചത്. അതുമൂലം തന്നെ ആ ട്രൈറ്റേഴ്സുള്ള ലാഡറൽ ഹൗസ് ഹോൾഡിനെ ഞങ്ങൾക്ക് ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിന്നോടും പറയുന്നത്, ഇത് നീ വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ സ്ട്രെങ്ത് നീ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമായിരിക്കും. നീ പറയുന്ന ആ ഒരു മനുഷ്യനിലെ വേണമെന്നുണ്ടെങ്കിൽ അവനെ നിനക്കിതുകൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. നീ ചുമ്മാ കിടന്ന് കളിക്കല്ലേ. സ്ട്രോങ് ഹണ്ടേഴ്സിനെ പറ്റി നിനക്കൊരു കോപ്പും അറിയാമില്ല. പിന്നെ ഇതുപോലത്തെ സംസാരത്തിനോട് എനിക്കൊരു താല്പര്യമില്ല. അത് ഞാൻ കഴിക്കത്തുമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു മണ്ടൻ തന്നെയാണ്.
നീ വെറുതെ ഇല്ല, നീ എപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കണമെന്ന് ആ ഒരു ചെറിയൊരു മോൺസ്റ്റർ പറയുന്നുണ്ട്. ഈ സമയത്താട്ടെ നമ്മുടെ ലീ മിൻസിങ് ആ ഒരു ഫാക്ടറിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, ഇതെല്ലാം കുറച്ചുകൂടെ ഒന്ന് സഹിച്ചാൽ മതി. ആ പയ്യൻ ലിം തേഗുവിനെ കൊന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ പോയി ഹണ്ടർ അസോസിയേഷനിലേക്ക് ഇവിടെ നടക്കുന്ന എല്ലാത്തിനെയും പറ്റി പറഞ്ഞായിരിക്കും. അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി നിന്നെയൊക്കെ കൊല്ലുന്നത് അത്ര വലിയ പാട് കാണത്തില്ല. അങ്ങനെ അവിടെ ഞാൻ ഒരു ഹീറോയും മാറുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാം മറ്റു സ്ഥലത്ത് നിന്ന് ഒരു പെൺകൊച്ച് കാണുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, അസോസിയേഷൻ ചെയർമാൻ, ഞാൻ അവനെ കണ്ടു. അവനിപ്പോൾ എന്തായാലും പജു ഫീൽഡ് ടൈപ്പിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചായിരിക്കണം ഈ സ്റ്റാർ ഡസ്റ്റ് മേക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നീ എന്തായാലും സേഫായിട്ട് അവനെ ഫോളോ ചെയ്യ് ഹണ്ടർ മിഹോ. സോ ചെയർമാൻ വു, അവസാനം നമ്മൾ സ്റ്റാർ ഡസ്റ്റും ലീ മിൻസങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടല്ലേ. എനിക്ക് പറയാനുള്ളത് ആ ഒരു എയർപോർട്ട് ഇൻസിഡൻറ്റിനെ കുറിച്ച് കൂടിയാണ്. കാര്യം അവിടെ നടന്ന ഒരു കാര്യങ്ങളും അവിടെയുള്ള സ്റ്റാഫ്സിന് ഓർമ്മയില്ല. കൃത്യമായി പറഞ്ഞാൽ അവരിലെല്ലാം സ്റ്റാർ ഡസ്റ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി കുറച്ചുകൂടെ സൂക്ഷിക്കണം. ബാക്കിയുള്ള ഹണ്ടേഴ്സും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഡേഞ്ചറായിട്ട് മാറും. കോപ്പ് ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും ഈ സ്റ്റാർ ഡസ്റ്റ് ഉണ്ടല്ലേ, അത് ഇത്ര അപകടമായതുകൊണ്ടാണ് അതൊന്ന് ബാൻ ചെയ്തത്. പക്ഷേ എല്ലാവരുടെയും കയ്യിൽ അത് വീണ്ടും കിട്ടുന്നുണ്ട്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ലീ മിൻസ് അങ്ങനെ താങ്കൾ എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അവൻ്റെ പുറകിലാരാന്നും നമ്മളൊന്ന് കണ്ടുപിടിക്കണ്ടേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹണ്ടേഴ്സും താങ്കളെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ചെയർമാൻ വു അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ നോക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ വുവും അതേപോലെ സങ് ജിൻ വുവുള്ള ഫോട്ടോ ആയിരുന്നു. അവൻ പറയുന്നുണ്ട്, സുഹോ, നീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ സങ് ജിനുവിലെ മകനാണെന്നുണ്ടെങ്കിൽ നീയും ചിലപ്പോൾ ഒരു ഗ്രോത്ത് ടൈപ്പ് ഹണ്ടർ ആയിരിക്കും സങ് ജിനുവിലെ പോലെ. അതുകൊണ്ട് നീ സ്ട്രോങ്ങർ ആണെന്നുണ്ടെങ്കിൽ, നീ സ്ട്രോങ്ങർ ആകുമെന്നുണ്ടെങ്കിൽ നീ ഞാൻ എന്ത് വില കൊടുത്തും സഹായിക്കാൻ തയ്യാറാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഹോനാണ്. അവൻ്റെ മുഖമൊക്കെ ചുമന്നിട്ടുണ്ട്. കാര്യം അവനിപ്പോൾ 99ാമത്തെ പുഷപ്പാണ് എടുക്കുന്നത്. അങ്ങനെ അവസാനത്തെ 100ാമത്തെ പുഷപ്പ് എടുക്കുകയും അവൻ്റെ കൈയൊക്കെ ഒടിഞ്ഞ് എല്ലൊക്കെ ഒടിഞ്ഞ് നേരെ താഴത്തേക്ക് വീഴുവാണ്. യങ് മോണോസ്, എന്തായാലും ഇന്ന് താങ്കൾ ചെയ്തത് നന്നായി. ഇന്നത്തെ പുഷപ്പ് താങ്കൾ ചെയ്ത് കഴിയുകയും ചെയ്തു. യങ് മോണോസ്, താങ്കൾ കൈയൊക്കെ ഒടിഞ്ഞല്ലോ. ഈ സമയത്ത് ബെറൂനി എന്ത് പറയണമെന്ന് അറിയാമായിരുന്നു. പുള്ളിക്കാരന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ തൻ്റെ ഉള്ള ജീവനൊക്കെ വെച്ചുകൊണ്ട് അവിടെ നേരെ സ്റ്റോറിലേക്ക് പുള്ളിക്കാരൻ പോകുവാണ്. എന്നിട്ട് അതിൻ്റെ അന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അവരെല്ലാവരും ഞെട്ടിയത്. കാര്യം പറയുന്നുണ്ട്, എന്നാലും ഇത് നല്ലതാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ സ്ട്രോങ്ങർ ആകാൻ പറ്റും. സോ ഇനി വെറും 3 ടാസ്ക് കൂടെ ബാക്കിയുള്ളൂ, അതല്ലേ അമോട്ട്? എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓരോ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് പുള്ളിക്കാരൻ വീണ്ടും ഹീലിംഗ് പോഷൻ മേടിച്ച് റെഡിയാകും. എന്നിട്ട് വീണ്ടും വർക്കൗട്ട് ചെയ്യും, വീണ്ടും ഹീലിംഗ് പോഷൻ മേടിക്കും. അങ്ങനെ വീണ്ടും വർക്കൗട്ട് ചെയ്യും, വീണ്ടും ഹീലിംഗ് പോഷൻ മേടിക്കും, വീണ്ടും വർക്കൗട്ട് ചെയ്യും, വീണ്ടും ഹീലിംഗ് പോഷൻ മേടിക്കും. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുവാണ്. അമട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഓർത്തില്ല താങ്കൾ ഇത്ര ദൂരത്തേക്ക് വരുമെന്ന്. അത് മാത്രമല്ല, എനിക്കിത് ബിലീവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. താങ്കളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല. പക്ഷേ ഗ്രേയുടെ സഹായത്തോടെ കൂടിയാണെങ്കിലും താങ്കൾ ഇത്രയും പുഷ് ചെയ്യുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എനിക്ക് ഉറപ്പാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താങ്കൾ ഒരു ദിവസം ടർണക്കിനെയും വേണ്ടി വന്ന ബാക്കിയുള്ള എല്ലാ മൊണോക്സിനും സർപ്പാസ് ചെയ്യുന്നതായിരിക്കും. അത് എൻ്റെ വാക്ക്. അങ്ങനെ പിന്നെ കാണുന്നത് ഗ്രേ ചത്ത് കിടക്കുന്നതാണ്. ഗ്രേ മാത്രമല്ല, സുഹുവിനെ പണി കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ദിവസത്തെ ടാസ്ക് മുഴുവൻ പുള്ളിക്കാരൻ തീർത്തിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ ഒന്നും ചെയ്യാതെ അവിടെ ഇങ്ങനെ മലന്ന് കിടക്കുവാണ്. അന്നത്തെ കാര്യം നോക്കാത്ത പുള്ളിക്കാരൻ്റെ സ്ട്രെങ്ത് 77 നിന്ന് 78 പോയിട്ടുണ്ട്. ഇത്രയും കടന്ന് കഷ്ടപ്പെട്ടായിട്ടും ഒരെണ്ണം മാത്രമാണ് കൂടിയത്. പക്ഷേ എൻഡ്യൂറൻസ് ഉണ്ടല്ലോ, അത് 40 നിന്ന് 60 ചാടിയിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഇത് ചെയ്യാൻ നേരത്ത് ഇത് കുറച്ചുകൂടെ ഈസി ആയി മാറും. മറ്റന്നാൾ അത് വീണ്ടും ഈസിയറായിട്ട് മാറും. അതിനർത്ഥം ഞാൻ പതുക്കെ സ്ട്രോങ്ങർ ആകുന്നതാണ്. അങ്ങനെ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് സുഹ റെഡി ആയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് പുള്ളിക്കാരൻ കിടന്നുറങ്ങുന്നതാണ്. ബെറുവായിട്ട് പുള്ളിക്കാരൻ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, വന്ന് കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി, പാവം, നല്ല ക്ഷീണമുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ നേരെ TV ഓണാക്കി കുറച്ച് TV വേണമെന്ന് പറഞ്ഞ് നേരെ ന്യൂസ് വെക്കുന്നുണ്ട്. ന്യൂസ് വെക്കാൻ നേരത്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ന്യൂസ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഹണ്ടർ അസോസിയേഷൻ പുതിയ ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട്. ഇത് റീസെൻ്റ്ലി നടന്ന ഒരു എയർപോർട്ട് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻസ് എല്ലാം നേരെ ഹണ്ടർ അസോസിയേഷൻ്റെ കീഴിലേക്ക് കൊണ്ടുപോകാൻ പോകുവാണ്. ഇതുവരെ ഓരോ ഗിൽഡ്സിനായിരുന്നു ഇതിൻ്റെ അകത്ത് ഒരു പവർ. പക്ഷേ അതെല്ലാം എടുത്തു മാറ്റി ഇനി നേരെ ഹണ്ടർ അസോസിയേഷൻ ആയിരിക്കും ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻസിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ലീ മിൻസങ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തുവാണ്? ഹണ്ടർ ലീ മിൻസങ്, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഗിൽഡ് ഒരു വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ചധികം ഈ ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ പൊസസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും പുതിയ ചർച്ചാ വിഷയം. ഹണ്ടർ അസോസിയേഷൻ്റെ മാനേജ്മെൻറ്റ് പ്രകാരം B റാങ്ക് ഫീൽഡ് ടൈപ്പ് ഡഞ്ചനായുള്ള പജു ഫീൽഡ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. അതും നിങ്ങളുടെ ഗിൽഡായുള്ള ദി ഗ്രീം റീപ്പർ ഗിൽഡാണ് ക്ലിയർ ചെയ്യേണ്ടത്. അതുമാത്രമല്ല, കഴിഞ്ഞ 1.5 വർഷമായിട്ട് താങ്കൾ ഒരിക്കലും ഒരു ഹണ്ടർ വർക്കിലും കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഹണ്ടർ ലൈസൻസ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ്റെ അകത്ത് താങ്കൾ റെയ്ഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. ചെയർമാൻ വു ജിൻഷുൽ പുള്ളിക്കാരനെ ചുറ്റിനിട്ട് പൂട്ടാൻ നോക്കുവാന്ന് തോന്നുന്നല്ലോ. അത്
മാത്രമല്ല കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി അവിടെയാണുള്ളത്. അത് തന്നെ പുള്ളിക്കാരൻ ഉന്നം വെക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഞാനിപ്പോൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹണ്ടർ അസോസിയേഷനെ എൻ്റെ എനിമിയാക്കി മാറ്റും. അതൊന്നും കുഴപ്പമില്ല, ഇത് റിജക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നിടത്താണ് അതവൻ പറയുന്നത്. ഓക്കെ, ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, സോ താങ്ക് യു ഗിൽഡ് മാസ്റ്റർ. അത് മറ്റാരുമല്ലായിരുന്നു എസ് റാങ്ക് ഹണ്ടർ ആയുള്ള നമ്മുടെ ആ ഒരു ഗിൽഡ് മാസ്റ്റർ. അത് ഗ്രിം റിപ്പർ ഗിൽഡിൻ്റെ ഗിൽഡ് മാസ്റ്റർ അല്ല, ഹണ്ടർ ലിം തേഗ്യു ആയിരുന്നു. നായ, ഇവൻ എത്ര ധൈര്യം കൊണ്ടിട്ടാണ്, വെറുതെ അല്ല, ഇവനും എൻ്റെ എതിരെ വന്ന് നിൽക്കുവാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇവൻ്റെ പുറത്തെ മിഷൻസൊക്കെ മാറ്റി വെച്ച് അവൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ടീമിനെ റെഡി ആക്കിയോ, ഞങ്ങളുടെ ഭാഗത്തു നിന്നും കുറച്ച് പേര് കാണുന്നതായിരിക്കും. ലിം തേഗ്യു, നിനക്ക് വല്ല വട്ടുണ്ടോ? നിനക്കറിയാൻ മേലെ ഒരു ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ എന്തുമാത്രം എക്സ്പെൻസീവ് ആണെന്ന്. അപ്പം നീ പറയുന്നത് എന്താണ്, ഹണ്ടർ അസോസിയേഷനെതിരെ നമ്മൾ നിൽക്കണമെന്നായിരുന്നോ? അത് ഞാനൊരു കാര്യം പറയാം, നീ അവിടെ സീക്രട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമല്ല, പക്ഷേ നീ ഒരിക്കലും ഹണ്ടർ അസോസിയേഷനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നീ പലതവണ എൻ്റെ വാർണിംഗ് ഇഗ്നോർ ചെയ്തു. ഒരു ഗിൽഡ് മാസ്റ്റർ ആയിരുന്ന നിലയിൽ ഞാൻ പറയുന്ന പലതും നീ എന്നെ ഇപ്പോഴും നിൻ്റെ ഒരു ഡ്രൈവറായിട്ട് കാണുന്നതാണ് നായെ. പക്ഷേ ഇത് പറയുന്നത് ലീ മിൻ സങ് സത്യം പറഞ്ഞാൽ പേടി എന്തെന്ന് മനസ്സിലാകും. അവനപ്പോൾ പേടിച്ച് വിറച്ച് പോകുന്നുണ്ട്. പെട്ടെന്ന് ലിം തേക്കിൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്. അവൻ നോക്കുകയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, പുതിയൊരു എസ് റാങ്കർ വന്നിട്ടുണ്ട്, അവനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുവാണ്. എന്ത് പുതിയ എസ് റാങ്കറോ? ഇതെല്ലാവരും എന്തിനാണ് എൻ്റെ എതിരെ വന്നത്? ഞാൻ ഇപ്പോഴും ഒന്നും നിൽക്കുന്നില്ല. അപ്പം അവൻ എപ്പോഴാണ് ഈ വളരാൻ പോകുന്നത്? അവനോട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലിം തേഗിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവൻ വേണം, ഒന്ന് കൊന്നാൽ പോരെ നിനക്കെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഫോൺ പെട്ടെന്ന് അടിക്കാൻ തുടങ്ങും. അങ്ങനെ പുള്ളിക്കാരൻ ആ ഫോണിൽ നോക്കിക്കഴിയുമ്പോൾ ഒരു ചിരി അങ്ങോട്ട് ചിരിക്കും. പുള്ളിക്കാരന് തീരാത്ത ഒരു സന്തോഷം വരും. സംഭവം വരുന്നില്ല, അത് ആ ഏറ്റവും പുതിയ എസ് റാങ്ക് ഹണ്ടറിൻ്റെ ഫോട്ടോ കാണുമ്പോഴാണ്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ അപ്പോസ്റ്റലായിരുന്നു. പിന്നെ കാണിക്കുന്നത് കുറച്ചധികം റിപ്പോർട്ടേഴ്സിനെയാണ്. അവർ പറയുന്നുണ്ട്, സോ അവനാണല്ലേ ഏറ്റവും പുതിയ എസ് റാങ്ക് ഹണ്ടർ. അവൻ്റെ പേരുണ്ടായിരുന്നു, അവൻ്റെ പേര് ഹണ്ടർ പാർക്ക് ഡു ജിൻ എന്നാണ്. അത് മറ്റാരുമല്ല പറഞ്ഞത്, നമ്മുടെ ചോയായിരുന്നു. പുള്ളിക്കാരൻ അവിടേക്ക് അവനെ റിക്രൂട്ട് ചെയ്യാനാണ് വന്നത്. സോ നമ്മളിതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ എനിക്ക് നിന്നെ കണ്ടിട്ട് ഇവിടെ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ അങ്ങനെയാണോ? എങ്കിൽ എന്നോട് ക്ഷമിക്കുക. നീ എൻ്റെ ഗ്രില്ലിൽ ചേരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? താങ്കൾ പറഞ്ഞാൽ എന്തായാലും സന്തോഷം, പക്ഷേ ഞാൻ ഓൾറെഡി ഒരാളെ ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ കൈ അങ്ങോട്ട് നീട്ടുന്നുണ്ട്. അത് മറ്റാരുടെ നേരമല്ലായിരുന്നു, നമ്മുടെ ലിം തേഗ്യുവിൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. കാണിക്കുന്ന മറ്റൊന്നുമല്ല, പച്ചു ഫീൽഡാണ്. അവിടേക്ക് നമ്മുടെ മിയോ ഹണ്ടർ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു എ റാങ്ക് ഹണ്ടറാണ്. അത് മാത്രമല്ല ഹണ്ടർ അസോസിയേഷനാണ് ഈ റെയിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അവൾ അവിടേക്ക് അയച്ചത്. പുള്ളിക്കാരി ടൈഗർ ഗിൽഡിലെ ഒരു മെമ്പറാണ്. ഞാൻ ലീ മിൻ സങ്, നീ എന്തായാലും വന്നതായി, നമുക്ക് എന്തായാലും ഒരുമിച്ച് ഈ വർക്ക് ചെയ്യാം. സോ വെറുതെ അല്ല എല്ലാവരും ഇങ്ങനെ പറയുന്നത്, ഇവൻ ശരിക്കും ഒരു ഗുഡ് ആക്ടർ തന്നെയാണ്. അവൻ്റെ ഇത് വെച്ച് നോക്കാൻ നിർത്ത്, അവനൊരു പഞ്ചപാവാണെന്നേ തോന്നത്തുള്ളൂ. പക്ഷേ നീ പേടിക്കണ്ട, നിൻ്റെ എല്ലാം തന്നെ ഞങ്ങളിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേ എനിക്കിവിടെ അൺഎക്സ്പെക്റ്റഡ് തോന്നുന്നത് ഈ ഒരു പുതിയ ഒരു എസ് റാങ്ക് ഹണ്ടറാണ്, പാർക്ക് ഡു ജിൻ. അവൻ എന്തിനാണ് ഇതിൻ്റെ അകത്തൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നത്? ഇത് അത്ര വലിയ ഗേറ്റൊന്നും അല്ലല്ലോ. അങ്ങനെ നമ്മുടെ ഗ്രിം റിപ്പർ ഗിൽഡും പിന്നെ നമ്മുടെ ഹണ്ടർ അസോസിയേഷൻ അയച്ച ടീമും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഈ സമയത്താണ് ബാക്കിയുള്ള എക്സിബിഷൻ ടീമിനെ വിളിക്കുന്നത്. പെട്ടെന്ന് അവിടെ നിന്ന് പിക്കെക്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു എക്സിബിഷൻ ടീമിൻ്റെ അകത്ത് ഒരു നിൽപ്പുണ്ട്. അങ്ങനെ പജു ഫീൽഡ് റെയ്ഡ് തുടങ്ങാൻ പോകുവാണ്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.